السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുള്ള ആയിരുന്നു. ഇദ്ദേഹം ഹസ്രത്ത് അബ്ദുള്ള ബിൻ അംർ ബിൻ ഹറാമിന്റെ മകനായിരുന്നു. അബ്ദുള്ള ബിൻ അംർ ബിൻ ഹറാം ആ സഹാബിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഏതാനും ജുമാ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഷഹാദത്തിന് ശേഷം പറഞ്ഞിരുന്നു, അല്ലാഹു അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ ആഗ്രഹം എന്താണ്? പറയുക, ഞാൻ പൂർത്തീകരിച്ചു തരട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, എന്റെ ആഗ്രഹം ആണ് വീണ്ടും ജീവിപ്പിച്ച് എന്നെ ലോകത്തേക്ക് അയക്കുക. വീണ്ടും ഞാൻ നിന്റെ മാർഗത്തിൽ ഷഹീദാകട്ടെ. എന്നാൽ ഇത് അള്ളാഹുവിന്റെ സുന്നത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഇത് സാധ്യമല്ല. കാരണം മരിക്കുന്നവർ ലോകത്തേക്ക് തിരിച്ചയക്കപ്പെടുകയില്ല. ഇതുകൂടാതെ മറ്റെന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ചോദിച്ചുകൊള്ളുക. ഏതായിരുന്നാലും ഇതിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ത്യാഗത്തിന്റെ നിലവാരം, അള്ളാഹുവിന്റെ അദ്ദേഹത്തോടുള്ള അസാധാരണമായ പെരുമാറ്റത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നു. ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുള്ള അതിമഹാനായ സഹാബിയായ പിതാവിന്റെ മകനായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ബൈഅത്തെ ഉഖ്ബ സാനിയയുടെ സമയത്ത് ബൈഅത്ത് ചെയ്തു. ഹസ്രത്ത് അബ്ദുള്ള ബിൻ അംർ ബിൻ ഹറാമിന്റെ സംഭവത്തിൽ ഈ കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞിരുന്നു, എന്റെ കടം ഞാൻ ഒരു യഹൂദിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് എന്റെ ഷഹാദത്തിന് ശേഷം തോട്ടത്തിലെ പഴം വിറ്റുകൊണ്ട് അത് വീട്ടണം. അദ്ദേഹം ആ നിർദ്ദേശമനുസരിച്ച് ആ കടം വീട്ടുകയുണ്ടായി. അതുകൂടാതെയും ആ കാലഘട്ടത്തിൽ രീതിയായിരുന്നു തോട്ടവും വിളവും കാണിച്ചുകൊണ്ട് കടം വാങ്ങിക്കാറുണ്ടായിരുന്നു. ഹസ്രത്ത് ജാബിറും തന്റെ ചിലവുകൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി കടം വാങ്ങിക്കാറുണ്ടായിരുന്നു. അതിന്റെ വിശദമായ ഒരു സംഭവം കാണാൻ സാധിക്കും. ഏതു വിധത്തിലാണ് അവിടുന്ന് കടം തിരിച്ചു നൽകുമ്പോൾ യഹൂദിയോട് പറഞ്ഞു, തോട്ടത്തിൽ നിന്ന് വരുമാനം കുറഞ്ഞ നിലയിലാണ് ലഭിച്ചത്, അല്ലെങ്കിൽ പഴം കുറവാണ്, അതുകൊണ്ട് വരുമാനം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കടം തിരിച്ചു നൽകുന്നതിന് സൗകര്യം നൽകുക. കുറച്ച് ഇപ്പോൾ വാങ്ങിക്കുക, കുറച്ച് അടുത്ത വർഷം നൽകാം. എന്നാൽ ആ യഹൂദി
ഒരു വിധത്തിലുള്ള സൗകര്യവും നൽകാൻ തയ്യാറായില്ല. പിന്നീട് ഈ പ്രയാസത്തിൽ ജാബിർ ബിൻ അബ്ദുള്ള റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി. അല്ലെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിനെക്കുറിച്ച് എങ്ങനെയോ അറിയാൻ സാധിച്ചു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയോട് ശുപാർശ ചെയ്തു. എന്നാൽ അയാൾ അത് അംഗീകരിച്ചില്ല. പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതുവിധത്തിലാണ് തന്റെ ഈ സഹാബിയോട് അദ്ദേഹത്തിന്റെ കടം വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് വാത്സല്യം കാണിച്ചത്, ദുആ ചെയ്തു. പിന്നീട് ഏതുവിധത്തിലാണ് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞത്, ഇതിന്റെ പരാമർശം റിവായത്തുകളിൽ നിന്ന് ലഭിക്കുന്നു. ഇവിടെ ഈ ഒരു കാര്യം കൂടി പറയാം. ചിലർ അഭിപ്രായപ്പെടുന്നു ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ അംർ, അതായത് ഹദ്റത്ത് ജാബിറിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ കടം വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം വിവരിക്കുന്നു. അദ്ദേഹം തന്റെ മകനെ കടം വീട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഉപദേശിച്ചിരുന്നു. ഏതായിരുന്നാലും അന്ന് പഴം കുറച്ചാണ് ഉണ്ടായത്. ആ കടം വീട്ടുക എന്നത് പ്രയാസകരമായിരുന്നു. പിന്നീട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ കാര്യം എത്തുകയുണ്ടായി. എന്നാൽ സഹീ ബുഖാരിയിൽ നിന്ന് ലഭിക്കുന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പിന്നീട് എപ്പോഴോ ഉണ്ടായ സംഭവമാണ് എന്നാണ് തോന്നുന്നത്. ഏതായിരുന്നാലും ശരി, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്റെ സഹാബാക്കളോടുള്ള വാത്സല്യം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ സ്വീകാര്യതയുടെ മുഅ്ജിസത്ത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. ഇത് ഏതുവിധത്തിലും വിവരിച്ചാലും ശരി. ഹസ്രത്ത് ജാബിർ ബിൻ അബ്ദുള്ള റിവായത്ത് ചെയ്യുന്നു, മദീനയിൽ ഒരു യഹൂദി ഉണ്ടായിരുന്നു. അയാൾ എന്റെ ഈത്തപ്പഴത്തിന്റെ തോട്ടത്തിൽ പുതിയ പഴം തയ്യാറാകുന്നതുവരെ എനിക്ക് കടം നൽകാറുണ്ടായിരുന്നു. എന്റെ ഈ ഭൂമി റോമ എന്നു പേരുള്ള കിണറ്റിലേക്ക് പോകുന്ന വഴിയിലാണ് ഉണ്ടായിരുന്നത്. ഒരിക്കൽ വർഷം കടന്നുപോയിട്ടും പഴം കുറവാണുണ്ടായത്. പൂർണ്ണമായ നിലയിൽ പഴുക്കുകയും ചെയ്തില്ല. പഴം പറിക്കുന്ന കാലത്ത് ആ യഹൂദി രീതി അനുസരിച്ച് കടം തിരിച്ചു ചോദിക്കുന്നതിനായി വന്നു. എന്നാൽ ഈ വർഷം ഞാൻ പഴമൊന്നും തന്നെ പറിച്ചിരുന്നില്ല. പറയുന്നു, ഞാൻ അയാളോട് കൂടുതൽ ഒരു വർഷം കൂടി അവധി ചോദിച്ചു. എന്നാൽ അയാൾ നിരാകരിച്ചു. അയാളുടെ നിയ്യത്ത് ഇതായിരുന്നു, ഏതെങ്കിലും വിധത്തിൽ ഈ തോട്ടം മുഴുവനും എന്റെ അധീനതയിൽ വരണം. ഈ സംഭവത്തിന്റെ വാർത്ത റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു. അപ്പോൾ അവിടുന്ന് സഹാബാക്കളോട് പറഞ്ഞു, വരൂ, നമുക്ക് യഹൂദിയോട് ജാബിറിനു വേണ്ടി അവധി ചോദിക്കാം. ഇദ്ദേഹം പറയുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും സഹാബാക്കൾക്കൊപ്പം എന്റെ തോട്ടത്തിലേക്ക് വന്നു. യഹൂദിയോട് സംസാരിച്ചു. എന്നാൽ യഹൂദി പറഞ്ഞു, ഓ അബൂ കാസിം, ഞാൻ ഇദ്ദേഹത്തിന് അവധി നൽകുന്നതല്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തു പറഞ്ഞു. യഹൂദിയുടെ ഈ രീതി കണ്ട് അവിടുന്ന് ഈന്തപ്പന മരങ്ങൾക്കിടയിലൂടെ ചുറ്റി നടന്നു. വീണ്ടും വന്ന് യഹൂദിയോട് സംസാരിച്ചു. എന്നാൽ അയാൾ വീണ്ടും നിരാകരിച്ചു. പറയുന്നു, ഇതിനിടക്ക് ഞാൻ തോട്ടത്തിൽ നിന്ന് കുറച്ച് ഈത്തപ്പഴം പറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ സമർപ്പിച്ചു. അത് അവിടുന്ന് കഴിച്ചു. വീണ്ടും പറഞ്ഞു, തോട്ടത്തിൽ വിശ്രമിക്കാൻ കൂര പോലുള്ള ചെറിയ ഓലമേഞ്ഞ വീടുകൾ ഉണ്ടായിരിക്കും. ജാബിർ, നിന്റെ കൂര എവിടെയാണ്? ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എനിക്ക് അവിടെ ഒരു പായ വിരിക്കുക, എനിക്ക് കുറച്ചു സമയം വിശ്രമിക്കുന്നതിനു വേണ്ടി. പറയുന്നു, ഞാൻ കൽപ്പന അനുസരിച്ചു. അവിടുന്ന് അവിടെ കുറച്ചുനേരം ഉറങ്ങി. ഉണർന്നപ്പോൾ വീണ്ടും ഞാൻ ഒരു പിടി ഈത്തപ്പഴം കൊണ്ടുവന്നു കൊടുത്തു. അവിടുന്ന് അതിൽ നിന്ന് കുറച്ച് കഴിക്കുകയും പിന്നീട് എഴുന്നേറ്റ് വീണ്ടും യഹൂദിയോട് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ അയാൾ അംഗീകരിച്ചില്ല. അവിടുന്ന് വീണ്ടും തോട്ടം ചുറ്റി നടന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ജാബിർ, ഈന്തപ്പനയിൽ നിന്ന് പഴം പറിക്കാൻ തുടങ്ങുക, എന്നിട്ട് യഹൂദിയുടെ കടം വീട്ടുക.
ഞാൻ പഴം പറിക്കാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് അവിടുന്ന് ഈന്തപ്പനകൾക്കിടയിൽ നിന്നു പറയുന്നു, ഞാൻ പഴം പറിച്ച് യഹൂദിയുടെ മുഴുവൻ കടവും വീട്ടി. എന്നിട്ടും കുറച്ച് ഈന്തപ്പഴം ബാക്കിയായി. ഞാൻ ഹുസൂറിന്റെ സമക്ഷത്തിൽ ഈ സന്തോഷ വാർത്ത സമർപ്പിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. ഈ മുഅ്ജിസത്ത് സംഭവിച്ചത്, അസാധാരണമായ സംഭവം ഉണ്ടായത്, അള്ളാഹു എന്റെ ദുആകൾ കേൾക്കുന്നു, എന്റെ ജോലികളിൽ അനുഗ്രഹം ചൊരിയുന്നു. ഇതിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാത്സല്യവും ദുആ സ്വീകാര്യതയും കൊണ്ട് പഴത്തിൽ അനുഗ്രഹവും ഉണ്ടായിട്ടുള്ള സംഭവം നമ്മൾ കാണുമ്പോൾ അതിൽ കടം വീട്ടുന്നതിനു വേണ്ടി സഹാബാക്കൾക്കുണ്ടായിരുന്ന അസ്വസ്ഥതയും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ആത്മാവാണ് യഥാർത്ഥ വിശ്വാസിയുടെ ഒരു പ്രത്യേക വ്യതിരിക്തത ആയിരിക്കേണ്ടത്. ചില സമയത്ത് നമുക്ക് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നു, അഹമ്മദികൾ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുക തന്നെയില്ല. കടം വീട്ടുന്ന കാര്യത്തിൽ ഒഴിവ് കഴിവ് പറഞ്ഞു പ്രവർത്തിക്കുന്നു. വർഷങ്ങൾ കടന്നുപോകുന്നു, കേസുകൾ നടക്കുന്നു. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വാക്കുകൾ ഓർത്തിരിക്കേണ്ടതാണ്. എന്റെ ബൈഅത്തിൽ വന്നതിനു ശേഷം സഹാബാക്കളുടെ മാതൃകയെ തങ്ങളിൽ നടപ്പിൽ വരുത്തുക, അതിനെ സ്വായത്തമാക്കുക. അപ്പോഴായിരിക്കും മനോഹരമായ സമൂഹം സ്ഥാപിതമാവുക. ഏതൊന്നാണ് മഹദിയും മസീഹും വന്നതിനു ശേഷം സ്ഥാപിതമാകേണ്ടിയിരുന്നത്. കടം വീട്ടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഹസ്രത്ത് ജാബിറിൽ നിന്ന് ഒരു നിവേദനം വിവരിക്കാറുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഈ സംഭവം കൂടി വിവരിക്കാം. ചില റിവായത്തുകളിൽ വരുന്നു, ഈ കടം വീടി എന്നറിയാൻ കഴിഞ്ഞപ്പോൾ ഹസ്രത്ത് ഉമറും അവിടെ വന്നു. ഹസ്രത്ത് ഉമറിനോട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദേഹത്തോട് ചോദിക്കുക എന്ത് സംഭവമാണ് ഉണ്ടായത് എന്ന്. അദ്ദേഹം പറഞ്ഞു, എനിക്കിത് ചോദിക്കേണ്ട ആവശ്യം തന്നെയില്ല, കാരണം അങ്ങ് തോട്ടത്തിൽ ആദ്യം ചുറ്റി നടന്നപ്പോൾ തന്നെ എനിക്ക് ദൃഢവിശ്വാസം വന്നിരുന്നു, ഇനി ഇദ്ദേഹത്തിന്റെ മുഴുവൻ കടവും വീടുന്നതായിരിക്കും. പിന്നീട് രണ്ടാമത് ചുറ്റി കറങ്ങിയപ്പോൾ കൂടുതൽ ദൃഢവിശ്വാസം ഉണ്ടായി. ഞാൻ പറഞ്ഞതുപോലെ കടം വീട്ടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഹസ്രത്ത് ജാബിറിൽ നിന്ന് ഒരു നിവേദനം വിവരിക്കാറുണ്ട്. ഒരു സഹാബിക്കുമേൽ 2 ദിനാർ കടം ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജനാസ സ്വയം നമസ്കരിക്കുന്ന നിരാകരിച്ചു. അപ്പോൾ മറ്റൊരു സഹാബി ജാമ്യം നിന്നു, ഞാൻ കടം വീട്ടുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊള്ളാം. അപ്പോൾ അവിടുന്ന് ജനാസ നമസ്കരിപ്പിച്ചു. അടുത്ത ദിവസം വീണ്ടും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത വ്യക്തിയോട് ചോദിച്ചു, താങ്കൾ 2 ദിനാറിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു, അത് നൽകിയോ അതോ ഇല്ലേ? ഈ പ്രാധാന്യമാണ് കടം വീട്ടുന്നതിനുള്ളത്. ഈ വ്യാകുലത ഉണ്ടായിരിക്കണം. എന്നാൽ ഹസ്രത്ത് ജാബിറിൽ നിന്ന് ഈ ഒരു നിവേദനവും നമുക്ക് ലഭിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ ഒരു വിശ്വാസി ധനം ഉപേക്ഷിച്ചു പോയാൽ അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ലഭിക്കുന്നു, ഉപേക്ഷിച്ചു പോകുന്ന സമ്പത്ത്. എന്നാൽ അഥവാ ആരെങ്കിലും കടം ബാക്കി വെച്ചു പോയാൽ സ്വത്ത് ഉണ്ട് എങ്കിൽ സ്വത്ത് കടം വീട്ടുന്നതിനായുള്ള അത്ര ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ നിസ്സഹായരായ മക്കളെ ഉപേക്ഷിച്ചു പോയാൽ ആ നിസ്സഹായരായ മക്കളുടെയും കടം വീട്ടുന്നതിന്റെയും സംവിധാനം ചെയ്യപ്പെടുന്നതായിരിക്കും. അതായത് ഇത് ഭരണകൂടം ചെയ്യുന്നതായിരിക്കും, ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് ചെയ്യുന്നതായിരിക്കും. യതീമിന്റെ പരിപാലനത്തിനും അവരുടെ ചിലവിനുള്ള സംവിധാനമൊരുക്കലും ഇസ്ലാം ഇതിനെക്കുറിച്ച് വളരെയധികം ഉപദേശിച്ചിട്ടുണ്ട്. അതുകാരണം അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു,
ഇത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഈ വ്യത്യസ്തമായ റിവായത്തുകളിൽ ഒരു ഭാഗത്ത് അവിടുന്ന് 2 ദിനാർ കടം ഉള്ള ആളുടെ ജനാസ നമസ്കരിപ്പിക്കുന്നത് നിരാകരിച്ചു. മറുഭാഗത്ത് അവിടുന്ന് പറഞ്ഞു, എന്റെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങളായിട്ടാണ് തോന്നുന്നത്. ആദ്യത്തേത് അനാവശ്യമായി കടം വാങ്ങുന്നവരെ ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിനു വേണ്ടി, അതായത് കടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അവരുടെ ബന്ധുക്കൾ, അടുത്തുള്ളവർ ഈ ഉത്തരവാദിത്വം പൂർത്തിയാക്കേണ്ടതാണ്. രണ്ടാമത്തെ അവസരത്തിൽ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം ആയി നിശ്ചയിച്ചിരിക്കുന്നു യതീം കുട്ടികളുടെ പരിപാലനവും. മരിക്കുന്ന വ്യക്തിയുടെ സ്വത്ത് പര്യാപ്തമല്ല എങ്കിൽ കടം വീട്ടുന്നതിന് അത് കൊടുക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ്. ഇതാണ് ഇസ്ലാമിക ഭരണകൂടത്തിനുള്ള ഒരു പാഠം. അത് നമുക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതാണ്. ഏതു വിധത്തിലാണ് നാം ഇസ്ലാമിക ഭരണകൂടങ്ങൾ തങ്ങളുടെ പ്രജകളെ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതലായി പ്രജകളുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നത് ഇസ്ലാമിക ഭരണകൂടങ്ങളിലാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹസ്രത്ത് ജാബിറിനോടുള്ള സ്നേഹത്തിന്റെ മറ്റൊരു സംഭവം കാണാൻ സാധിക്കും. നിവേദകൻ പറയുന്നു, ഞാൻ ജാബിർ ബിൻ അബ്ദുല്ല അൻസാരി സഹാബിയുടെ അടുത്ത് വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഏതെങ്കിലും കാര്യം വിവരിച്ചു തന്നാലും. ഹസ്രത്ത് ജാബിർ പറഞ്ഞു, ഞാൻ അങ്ങയോടൊപ്പം ഒരു യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. നിവേദകൻ പറയുന്നു, അവരുടെ യാത്ര യുദ്ധത്തിന്റേതാണോ അതോ ഉംറയുടേതാണോ എന്നറിയില്ല. ഏതായിരുന്നാലും ഞങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ തങ്ങളുടെ വീട്ടുകാരുടെ അടുത്തേക്ക് പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നത് അവർ പെട്ടെന്ന് പോയിക്കൊള്ളട്ടെ. ഹദ്റത്ത് ജാബിർ പറയുന്നു, ഇത് കേട്ട് ഞങ്ങൾ പെട്ടെന്ന് പോകാൻ തുടങ്ങി. എന്റെ ഒരൊട്ടകത്തിൽ ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. അതിന്റെ നിറം ചാരനിറമായിരുന്നു. ഒരു പാണ്ടും ഉണ്ടായിരുന്നില്ല. ആളുകൾ എന്റെ പിന്നിലായിരുന്നു. ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒട്ടകം ഇരുന്നു. നടക്കാൻ വിസമ്മതിച്ചു. ഞാൻ നടത്തിയിട്ടും നടന്നില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, ജാബിർ, ഇതിൽ അല്പം പിടിച്ചിരിക്കുക. ഇത് പറഞ്ഞ് അവിടുന്ന് അതിനെ തന്റെ ചാട്ടവാർ കൊണ്ട് അടിച്ചു. അപ്പോൾ ഒട്ടകം അതിന്റെ സ്ഥാനത്ത് നിന്ന് കുതിച്ചു ചാടി നടക്കാൻ തുടങ്ങി. അതിനുശേഷം വളരെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ ഒട്ടകത്തെ വിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അതെ, വിൽക്കാം. ഞങ്ങൾ മദീനയിലെത്തിയപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരുപാട് സഹാബാക്കളോടൊപ്പം പള്ളിയിൽ പ്രവേശിച്ചു. ഞാനും അങ്ങയോടൊപ്പം പള്ളിയിൽ പോയി. ആ ഒട്ടകത്തെ പള്ളിയുടെ മുറ്റത്ത് കല്ലിന്റെ നിലത്ത് ഒരു കോണിൽ കെട്ടിയിട്ടു. ഞാൻ അങ്ങയോട് പറഞ്ഞു, ഇത് താങ്കളുടെ ഒട്ടകമാണ്. അവിടുന്ന് പുറത്തു വന്നു. ആ ഒട്ടകത്തിന് ചുറ്റും നടന്നുകൊണ്ട് പറഞ്ഞു, ഈ ഒട്ടകം നമ്മുടെ ഒട്ടകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണത്തിന്റെ അനേകം ഓക്കിയ അയച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ജാബിറിന് നൽകുക. വീണ്ടും അവിടുന്ന് പറഞ്ഞു, നീ വില മുഴുവനും കരസ്ഥമാക്കി കഴിഞ്ഞുവോ? ഞാൻ പറഞ്ഞു, അതെ, കരസ്ഥമാക്കി. അവിടുന്ന് പറഞ്ഞു, ഈ വിലയും ഈ ഒട്ടകവും നിന്റേതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വാത്സല്യം കാണിച്ചുകൊണ്ട് ആ ഒട്ടകത്തെയും നൽകി വിലയും നൽകുകയുണ്ടായി. ഒരുപക്ഷെ ഇതും കാരണമായിരിക്കാം. ഒരു റിവായത്തിൽ ഇപ്രകാരവും കാണാം, വെള്ളം കൊണ്ടുവരാൻ ഈ ഒട്ടകത്തെ ഉപയോഗിച്ചിരുന്നു. ഹദ്റത്ത് ജാബിറിന്റെ അമ്മാവനും ബന്ധുക്കളും ഇതിനെ ഉപയോഗിച്ചിരുന്നു. അവർ ഒരാരോപണം ഉന്നയിച്ചു, നീ എന്തിനാണ് അതിനെ വിറ്റത്? ഇനി ഞങ്ങൾ എങ്ങനെയാണ് വെള്ളം കൊണ്ടുവരിക? ഏതായിരുന്നാലും ഈ വാത്സല്യമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബാക്കളോട്, പ്രത്യേകിച്ച് ത്യാഗങ്ങൾ ചെയ്ത സഹാബാക്കളുടെ കുട്ടികളോട് കാണിച്ചിരുന്നത്. അല്ലാഹു ഈ സഹാബാക്കളുടെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. ഞാൻ വിവരിക്കുന്ന വിവിധ സംഭവങ്ങൾ
നമുക്കും ഇവരുടെ നന്മകൾ നമ്മുടെ മേലും നടപ്പിൽ വരുത്തുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ചുരുങ്ങിയ ഖുതുബയ്ക്ക് ശേഷം ഇനി ഞാൻ 2 മുഖ്ലിസീങ്ങളെ കുറിച്ച് സ്മരിക്കുന്നതാണ്, അവരുടെ അനുസ്മരണം നടത്തുന്നതാണ്. ആദ്യത്തേത് ബഹുമാനപ്പെട്ട ബിലാൽ അദ്ലബി സാഹിബ് സിറിയയുടേതാണ്. കഴിഞ്ഞ ദിവസം കാർ അപകടത്തിൽ കഠിനമായ പരിക്കുപറ്റി മാർച്ച് 17, 2018 രാത്രി 1:30 മണിക്ക് ഹൃദയസ്തംഭന മൂലം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബിലാൽ സാഹിബ് 1978 ജനിച്ചു. മർഹൂമിന്റെ പ്രായം 17 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ അഹമ്മദിയായ സഹോദരൻ ഡോക്ടർ മുസല്ലം തറാബി സാഹിബിന്റെ കമ്പനിയിൽ ജോലി വാങ്ങിച്ചു നൽകി. അവിടെ അദ്ദേഹത്തിന് ജമാഅത്തിനെയും അഹമ്മദിയത്തിനെയും പരിചയപ്പെടാൻ സാധിച്ചു. കുറച്ചു കാലത്തിനു ശേഷം അദ്ദേഹം ബൈഅത്ത് ചെയ്തു. ഡോക്ടർ സാഹിബ് പറയുന്നു, സിറിയയിൽ 2010 മുതൽ ഞങ്ങൾ വിവിധ അഹമ്മദി ഭവനങ്ങളിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഞങ്ങൾ കാദിയാനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ ബിലാൽ സാഹിബിന്റെ വീട്ടിൽ നമസ്കരിക്കുന്ന ഗ്രൂപ്പിനോടൊപ്പം നമസ്കരിക്കാൻ തുടങ്ങി. അദ്ദേഹം ഞാൻ കാരണമാണ് ബൈഅത്ത് ചെയ്തത്. അദ്ദേഹം വളരെ ആവേശത്തോടുകൂടി എന്നെ സ്വാഗതം ചെയ്തു. അതിഥി സൽക്കാരം അദ്ദേഹത്തിന്റെ ശീലം തന്നെയായിരുന്നു. എന്നാൽ ഈ കാര്യത്തിന് നന്ദി പ്രകടിപ്പിക്കുമായിരുന്നു. അങ്ങ് മുഖേനയാണ് എനിക്ക് അഹമ്മദിയത്തിലേക്കുള്ള മാർഗം ലഭിച്ചത്. വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുമായിരുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് സദർ ജമാഅത്ത് എഴുതുന്നു, ബിലാൽ സാഹിബിന് സ്പോർട്സ് ഗാർമെന്റ്സിന്റെ കടയായിരുന്നു. അദ്ദേഹം വസ്ത്രത്തിനാവശ്യമുള്ള സഹോദരന്മാരെ സഹായിക്കുമായിരുന്നു. ഏതുവരെ എന്നാൽ അദ്ദേഹത്തിന്റെ കടയിൽ തുണിയില്ല എങ്കിൽ എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചു നൽകുമായിരുന്നു. വലിയ ആത്മാഭിമാനിയായിരുന്നു. ഒരഹമ്മദിയെയും അയാളുടെ പക്കൽ ധരിക്കാനൊന്നുമില്ലാത്ത അവസ്ഥയിൽ കാണാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. എന്തെങ്കിലും പ്രയാസം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാവിധത്തിലും പൂർത്തിയാക്കാൻ ശ്രമിക്കുമായിരുന്നു. തന്റെ മക്കളെയും വളരെ നല്ല നിലയിൽ നോക്കുന്ന ആളായിരുന്നു. അവരെ നല്ല സ്കൂളുകളിൽ ചേർത്തു. മർഹൂം മരണത്തിന് 2 ദിവസം മുമ്പ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നമസ്കരിക്കുകയായിരുന്നു. സെക്രട്ടറി മാൽ പറഞ്ഞു, അദ്ദേഹം വസിയത്ത്, തെഹ്രീക്കെ ജദീദ്, വഖഫെ ജദീദ് എന്നിവയുടെ നൽകേണ്ട മുഴുവൻ ചന്തയും നൽകുകയുണ്ടായി. എന്നല്ല, പുതിയ ഭൂമി വാങ്ങിച്ചിരുന്നു. അതിനെയും വസിയത്തിൽ ഉൾപ്പെടുത്തി വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചന്തയുടെ കണക്ക് വെക്കുന്ന, അത് നൽകുന്ന, സൃഷ്ടിസേവനം ചെയ്യുന്ന, നമസ്കരിക്കുകയും ഇബാദത്തുകൾ തയ്യാറെടുപ്പോടുകൂടി അനുഷ്ഠിക്കുന്ന, ഖിലാഫത്തുമായി അങ്ങേയറ്റത്തെ ബന്ധമുള്ള എല്ലാ ഖുതുബകളും കേൾക്കുന്ന ആളായിരുന്നു. എന്നല്ല, സദർ സാഹിബ് എഴുതുകയാണ്, ഞാൻ ഖുതുബയുടെ ചുരുക്കം അടുത്ത ആഴ്ച കേൾപ്പിക്കുമ്പോൾ ഇദ്ദേഹം മുഖം പൊത്തിക്കൊണ്ട് കരയാൻ തുടങ്ങും. എല്ലായ്പ്പോഴും പറയും, കാലത്തിന്റെ ഖലീഫ എന്നോട് അല്ലെങ്കിൽ എന്നെക്കുറിച്ചാണ് പറയുന്നത് എന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബത്തിൽ ഒരു മകൻ 11 വയസ്സ്, ഒരു മകൾ 12 വയസ്സുണ്ട്. ഇദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ അഹമ്മദിയാണ്, ജർമ്മനിയിൽ. എന്നാൽ 2 സഹോദരങ്ങളും ഒരു സഹോദരിയും അഹമ്മദിയല്ല. എതിർപ്പും വളരെ അധികം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജനാസയുടെ സമയം വന്നപ്പോൾ അള്ളാഹു അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കി. ഇദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു, നിങ്ങൾ അഹമ്മദികൾ ജനാസ നമസ്കരിപ്പിക്കുക, ഞങ്ങളുടെ പള്ളിയിൽ വന്ന് നമസ്കരിപ്പിക്കുക, ഒരു വിലക്കുമില്ല. പറയുന്നു, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരുപാട് ആളുകൾ നമ്മുടെ പിന്നിൽ ഇദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിച്ചു. രണ്ടാമത്തെ അനുസ്മരണം സലീമ മീർ സാഹിബ, മുൻ സദർ ലജ്നായിമ്മ കറാച്ചിയുടേതാണ്. അവർ അബ്ദുൽ ഖാദിർ ഡാർ സാഹിബിന്റെ ഭാര്യയായിരുന്നു. ഇവരും മാർച്ച് 17, 2018 വഫാത്തായി. 90ാമത്തെ വയസ്സിൽ ഇവരുടെ പിതാവ് മീർ ഇലാഹി ബക്ഷ് സാഹിബ് സഹാബിയായിരുന്നു. ഷേഖുപുര ജില്ല, ഗുജറാത്തിൽ നിന്ന്
അദ്ദേഹം 1904 ബൈഅത്ത് ചെയ്തു. ഇവരുടെ മാതാവ് മറിയം ബേഗം സാഹിബ മദ്രസത്തുൽ ഖവാത്തീൻ കാദിയാനിൽ നിന്ന് വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ ആളുകളിൽപ്പെട്ട ആളായിരുന്നു. വിശുദ്ധ ഖുർആന്റെ പഠനത്തിൽ പ്രത്യേകമായ താല്പര്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 1940 സലീമ മീർ സാഹിബയുടെ വിവാഹം നടന്നു. ഇന്ത്യ വിഭജനത്തിനു ശേഷം ഇവർ കറാച്ചിയിൽ വന്നു. 1961 ഇവർ ഇറാനിലേക്ക് പോയി. അവിടെ 3-4 അഹമ്മദി വീടുകളാണ് ഉണ്ടായിരുന്നത്. അവർക്കായി ജുമാ നമസ്കാരത്തിനും യോഗങ്ങൾക്കുമുള്ള സംവിധാനം ഒരുക്കി. 1964 ഇവരുടെ ഭർത്താവ് വഫാത്തായി. അതിനുശേഷം ഇവർ തന്റെ സഹോദരൻ മീർ അമാനുള്ള സാഹിബിന്റെ അടുത്തേക്ക് കറാച്ചിയിലേക്ക് വന്നു. 8 കുട്ടികളെ വളർത്തിയതോടൊപ്പം വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ ആരംഭിച്ചു. പിന്നീട് BA വരെ വിദ്യാഭ്യാസം കരസ്ഥമാക്കി. അതോടൊപ്പം തന്നെ ലജ്നയുടെ ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങി. കത്തിന് മറുപടി നൽകുന്ന ജോലി ചെയ്തു. പിന്നീട് വിവിധ തലത്തിൽ ഇവർക്ക് കറാച്ചിയിൽ ലജ്നയിൽ പ്രവർത്തിക്കാൻ തൗഫീക്ക് ലഭിച്ചു. 1981 മുൻതസിമ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് ഇവരെ മുൻതസിമ കമ്മിറ്റിയുടെ സദർ ആയി നാമനിർദ്ദേശം ചെയ്തു. പറയുന്നു, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് എന്നെ കമ്മിറ്റിയുടെ സദറാക്കിയപ്പോൾ, ഇത് പ്രഖ്യാപിച്ചപ്പോൾ എന്റെ അവസ്ഥ വിസ്മയകരമായതായിരുന്നു. ഞാൻ സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. ഈ ഉത്തരവാദിത്വം എങ്ങനെ ഏറ്റെടുക്കും? പറയുന്നു, ഒരു ഭാഗത്ത് ഇമാമിനെ അനുസരിക്കൽ, മറുഭാഗത്ത് എന്റെ കഴിവില്ലായ്മ, വിശാലമായ തലത്തിൽ പ്രവർത്തിച്ചുള്ള പരിചയമില്ല എന്ന ചിന്തയും ഉണ്ടായിരുന്നു. പറയുന്നു, ഞാൻ ദുആയിൽ മുഴുകി വിലപിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തു. പ്രവർത്തനം ആരംഭിച്ചു. പെട്ടെന്ന് മജ്ലിസെ ആമിലയുടെ യോഗം വിളിപ്പിച്ചു. ഖിയാദത്തുകളിൽ പര്യടനം നടത്തി. അവർക്ക് എല്ലാവർക്കും മുമ്പിൽ അനുസരണം, സംഘടനയുമായുള്ള ബന്ധം, ഇസ്ലാമിക സ്വഭാവ ഗുണങ്ങൾ സ്വായത്തമാക്കൽ, ബിദ്അത്തിനെതിരിൽ ജിഹാദ് ചെയ്യൽ, അനാവശ്യമായ ആരോപണങ്ങളിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടുക. ചിലർക്ക് ഇത് ശീലമായിരിക്കും, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പുരുഷന്മാരിലും കൂടുതലായി ഉണ്ട്. നിസാമിനെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങുന്നു. ഇവർ പറയുന്നു, നമ്മുടെ മജ്ലിസ് ഒരു വിധത്തിലുള്ള ആരോപണം ഉണ്ടാകാൻ പാടില്ല. കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിലേക്ക് കൂടെ കൂടെ ശ്രദ്ധ ക്ഷണിച്ചു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിനും കത്തെഴുതിയിരുന്നു. പറയുന്നു, അള്ളാഹുവിന്റെ ഇടപെടലുണ്ടായി. കറാച്ചിയിലെ ലജ്ന പുരോഗമിക്കാൻ തുടങ്ങി. 1961 മുതൽ ഇവർ ലജ്നയുടെ ജോലി ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ഇറാനിൽ വെച്ച്, പിന്നീട് പാകിസ്ഥാനിൽ. 1986 ലജ്ന കറാച്ചി വീണ്ടും മർക്കസി ലജ്നയുമായി കൂടിച്ചേർന്നപ്പോൾ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി അവരെ സദർ ലജ്ന കറാച്ചിയായി നാമനിർദ്ദേശം ചെയ്തു. 1986 മുതൽ 1996 വരെ ഇവർ സദർ ലജ്ന കറാച്ചി എന്ന ഉത്തരവാദിത്വം നിറവേറ്റി. ലജ്ന കറാച്ചി പുസ്തക പ്രസിദ്ധീകരണത്തിലുമായി ബന്ധപ്പെട്ട് ഇവരുടെ കാലഘട്ടത്തിൽ വളരെയധികം പ്രവർത്തിച്ചു. അതിൽ 60 പുസ്തകങ്ങളും 2 സോവിനീറും അവരുടെ സദർ കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അവരുടെ കാലഘട്ടത്തിൽ ദാഇലല്ലാ ക്ലാസിന്റെ ആരംഭവും ഉണ്ടായി. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഇതിന് വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു. താങ്കൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് ദുആ നിർഗളിക്കുന്നു. അള്ളാഹു താങ്കളുടെ ആയുസ്സിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും അനുഗ്രഹം നൽകട്ടെ. വീണ്ടും പറയുന്നു, താങ്കളുടെ എല്ലാ മുഖ്ലിസായ സുഹൃത്തുക്കൾക്കും ദുനിയാവിലും ആഖിറത്തിലും ഉത്തമമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇവരുടെ പ്രവർത്തനത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി, ഖലീഫത്തുൽ മസീഹ് സാലിസ് ഇവരുടെ സേവനത്തെ വളരെയധികം പ്രശംസിച്ചു. ഒരു കത്തിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബി എഴുതി, താങ്കളുടെ ഭാഗത്തു നിന്ന് ലജ്ന കറാച്ചിയുടെ റിപ്പോർട്ടും അങ്ങേയറ്റം ആത്മാർത്ഥത നിറഞ്ഞ വിശ്വാസദാർഢ്യവും ലഭിച്ചു. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസാവേശത്തെയും ഇഖ്ലാസിനെയും ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ വിലമതിക്കുന്നു. റബ്ബിനോട് എല്ലാവർക്കുമായി നന്മ ചോദിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു, ആ ദിവസം മുമ്പത്തേക്കാൾ പ്രൗഢിയോടുകൂടി തിരിച്ചു നൽകിയാലും അതിന്റെ ഓർമ്മ എനിക്ക്
വളരെ പ്രിയപ്പെട്ടതാണ്. സൽമാ മീർ സാഹിബ 36-ാമത്തെ വയസ്സിൽ വിധവയായി. ഇവരുടെ മകൾ പറയുന്നു, എന്നാൽ ഒരിക്കലും തന്നെ അവരുടെ വായിൽ നിന്ന് ഒരു വിധത്തിലുള്ള അക്ഷമയുടെയോ നന്ദികേടിന്റെയോ വാക്കുകൾ കേട്ടിട്ടില്ല. എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കുട്ടികളിലും ഇത് കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഇവരുടെ ഒരു മകൾ പറയുന്നു, എന്റെ ഭർത്താവ് രോഗിയായി, അവസാനത്തെ രോഗമായിരുന്നു. പറയുന്നു, എന്റെ ഉമ്മി സൽമാ മീർ സാഹിബ് എന്റെ അടുത്ത് വന്നിരുന്നു. അവർ എനിക്ക് നൽകിയ ആദ്യത്തെ വസ്തു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൽഫൂസാത്തായിരുന്നു. പറഞ്ഞു, ഞാനും നിന്റെ ഉപ്പയുടെ വഫാത്തിന് ശേഷം മൽഫൂസാത്തിനോടൊപ്പമാണ് ജീവിതം കഴിച്ചുകൂട്ടിയത്. എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചു. അവർ പറയുമായിരുന്നു, എല്ലാ സ്നേഹത്തിനും മുകളിൽ അള്ളാഹുവിനോടുള്ള സ്നേഹമായിരിക്കേണ്ടതാണ്. മകൾ പറയുന്നു, ഭർത്താവിന്റെ അവസാനത്തെ സമയം ഡോക്ടർമാർ എന്നോട് ഒപ്പിടാനായി പറഞ്ഞു. എനിക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഞാൻ കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോൾ എന്റെ ശബ്ദം അല്പം ഉയർന്നു. എന്റെ മാതാവ് അത് കേട്ടു. പറഞ്ഞു, അപ്പോൾ ഞാൻ അങ്ങേയറ്റം പ്രയാസത്തിലായിരുന്നു. സൽമാ മീർ സാഹിബ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മകളുടെ ഭർത്താവ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മകൾ അങ്ങേയറ്റം പ്രയാസത്തിലാണ്. പറയുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ എന്റെ ഉമ്മയുടെ അടുത്ത് നിന്നു, സൽമാ മീർ സാഹിബിയുടെ അടുത്ത്. എന്നാൽ ഉമ്മ അങ്ങേയറ്റത്തെ കഠിനമായ ശൈലിയിൽ പറഞ്ഞു, നീ എന്റെ മകളാണോ? എന്റെ മകൾക്ക് ഇത്ര അക്ഷമ ഉണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് നിന്റെ കരയുന്ന ശബ്ദം ഇത്രയധികം ഉയർന്നത്? പറയുന്നു, ആദ്യത്തെ സമയത്തുള്ള ക്ഷമയാണ് യഥാർത്ഥ ക്ഷമ. പിന്നീട് എല്ലാവർക്കും ക്ഷമ സ്വയം ഉണ്ടാകുന്നതായിരിക്കും. പറയുന്നു, എന്നെ ഉപദേശിച്ചു, നിന്റെ ഭർത്താവ് അള്ളാഹുവിന്റെ അമാനത്തായിരുന്നു. അവനാണ് നൽകിയത്. അവൻ അതിനെ തിരിച്ചെടുത്തു. 4 പെൺകുട്ടികൾക്ക് ശേഷം ആദ്യത്തെ മകൻ ജനിച്ചു. കുറച്ചു കാലത്തിന് ശേഷം ആ കുട്ടി വഫാത്തായി. വളരെ ക്ഷമയോടും സ്ഥൈര്യത്തോടും കൂടി പറയുമായിരുന്നു, അള്ളാഹുവിന്റെ അമാനത്തായിരുന്നു, അവൻ തിരിച്ചെടുത്തു. എപ്പോഴും ദുആ ചെയ്യുന്ന ആളായിരുന്നു. കുട്ടികൾ പറയുന്നു, എപ്പോഴും ഈ ഉപദേശം നൽകുമായിരുന്നു. പഞ്ചാബിയിൽ പറയുമായിരുന്നു, ഖലീഫക്ക ലദ്ന ചടന, അതായത് ഖലീഫയുടെ കോന്തല ഒരിക്കലും വിട്ടുകളയരുത്. ഖിലാഫത്തുമായി എപ്പോഴും ബന്ധം നിലനിർത്തണം. പർദ്ദ വളരെ അങ്ങേയറ്റം കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളായിരുന്നു. എവിടെ പർദ്ദയിൽ ബലഹീനത കണ്ടാലും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കും. മറ്റുള്ളവർക്ക് മോശമായി തോന്നാതിരിക്കുന്നതിന് വേണ്ടി. ഇവരുടെ ഒരു മകൾ പറയുന്നു, എന്റെ ചെറിയ മകൾക്ക് വിവാഹാലോചന വന്നു. ആൺകുട്ടി പറഞ്ഞു, ആദ്യം ഞാൻ പെൺകുട്ടിയെ കാണും, പിന്നീട് കാര്യം സംസാരിക്കാം. പറയുന്നു, ഞങ്ങൾ ഉമ്മയോട് പറഞ്ഞു, ഈ മകൾ നിക്കാബിന് പകരം സ്കാർഫ് ഇടട്ടെ. തന്റെ മകളുടെ വിവാഹബന്ധമായിരുന്നു വിവരിക്കുന്ന ആൾ. ഇവരുടെ മകളാണ്. തന്റെ ഇളയ സഹോദരിയുടെ കാര്യമാണ് വിവരിക്കുന്നത്. അവരുടെ വിവാഹബന്ധത്തിന്റെ കാര്യം പറയുന്നു. അപ്പോൾ ഉമ്മ ഉടനെ മറുപടി പറഞ്ഞു, വിവാഹം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, എന്നാൽ നിക്കാബില്ലാതെ ഇവൾ പോവുകയില്ല. ഇവരുടെ മകളുടെ മകൾക്ക് ഇവിടെ ലണ്ടനിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻസ്ട്രക്ടർ പുരുഷനായിരുന്നു. അപ്പോൾ ഇവർ മകളോടൊപ്പം പോകാൻ തുടങ്ങി. പുരുഷന്മാരോടൊപ്പം നിന്നെ ഒറ്റയ്ക്ക് പോകാൻ അനുവദിക്കില്ല. അടുത്തുള്ള ആളുകൾ പരിഹസിച്ചു. എന്നാൽ ലോകത്തിന് ഒരു വിധത്തിലും ഇവർ വിലവെച്ചില്ല. തലയിൽ സ്കാർഫ് ധരിക്കുന്നതിൽ അല്ലെങ്കിൽ നിക്കാബ് ധരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു. ലജ്നകളുടെ ഒരു പുസ്തകമുണ്ട്, ഖലീഫമാരുടെ നിർദ്ദേശങ്ങൾ അടങ്ങിയത്. അതിന്റെ പേരാണ് തട്ടം ഇടുന്നവർക്കായി പുഷ്പം. ഇവർ പറയുമായിരുന്നു, പുഷ്പം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തട്ടം ഇടേണ്ടതായിട്ട് വരും. പൂ പർദ്ദ ധരിക്കുന്നവർക്കാണുള്ളത്. ഒരു മകൾ പറയുന്നു, അല്ല, മകളുടെ മകൾ എന്റെ വിവാഹം നടക്കാൻ ഇരിക്കുമ്പോൾ ഹദ്റത്ത് നവാബ് മുബാറക്ക ബേഗം സാഹിബയുടെ ഗ്രന്ഥത്തിൽ നിന്ന് മകളുടെ വിവാഹ സമയത്തുള്ള ഉപദേശത്തെ അണ്ടർലൈൻ ചെയ്ത് എനിക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതിനെ കൂടെ കൂടെ വായിക്കുക. പറയുന്നു, രാത്രി വൈകി പെൺകുട്ടികൾ ഫംഗ്ഷനുകളിൽ ഇരിക്കുന്നവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കോളേജ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടുകാരികളുടെ വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ സ്വയം കൂടെ വരുമായിരുന്നു. ഇന്നും ഒരുപാട് പെൺകുട്ടികൾ എഴുതുന്നു, രാത്രി കഴിച്ചുകൂട്ടുന്നതിന് വേണ്ടി, നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. ഇത് തികച്ചും തെറ്റായ രീതിയാണ്. നമ്മുടെ പെൺകുട്ടികൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. പറയുന്നു, ഞങ്ങളുടെ ഫജർ നമസ്കാരം വിട്ടുപോയാൽ മുഴുവൻ ദിവസവും ഞങ്ങളോട്
സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഇത് അവരുടെ വലിയ ശിക്ഷയായിരുന്നു. ഒരിക്കൽ അമേരിക്കയിൽ ഇവർ ഷിക്കാഗോയിൽ വന്നതായിരുന്നു. ഏതോ ഒരു സ്ത്രീ മ്യൂസിക് ഓൺ ചെയ്തു. നൃത്തം ചെയ്യുന്ന രീതിയിൽ എഴുന്നേറ്റു. ഇവർ പിന്നിലൂടെ ചെന്ന് അവരെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മ്യൂസിക് ഓഫ് ചെയ്യുക. നിങ്ങൾക്കറിയില്ലേ നൃത്തം ചെയ്യുന്നവരുടെ എന്താണ് പറയുന്നതെന്ന്. ഒരു ക്രിസ്തീയ പെൺകുട്ടിയെ വളർത്തി. അവൾക്ക് ദുആയും മറ്റും പഠിപ്പിച്ചു കൊടുത്തു. വിവിധ സ്വഭാവ ഗുണങ്ങൾ പഠിപ്പിച്ചു എന്നല്ല. അവൾ പറയുമായിരുന്നു, ഞാൻ ഇപ്പോൾ പകുതി അഹമ്മദിയായിരിക്കുന്നു. അമത്തുൽ ബാരി നാസിർ സാഹിബ പറയുന്നു, അള്ളാഹു സഹോദരി സലീമ മീർ സാഹിബിയെ കൊണ്ട് ലജ്ന കറാച്ചിക്ക് സേവനം ചെയ്യിപ്പിച്ചു. അവർ ഈ ലോകത്ത് ഇനിയില്ല. എന്നാൽ അവരിൽ നിന്ന് ശിക്ഷണം കിട്ടിയ മെമ്പർമാർ ലോകത്തിലെ കോണുകളിൽ ലജ്നയുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ പേരും പ്രവർത്തനവും ജീവനോടെ നിലനിർത്തുന്നു. അവരുടെ പേര് നല്ല പ്രവർത്തനത്തിന്റെ ഉദാഹരണമായി എപ്പോഴും പറയുമായിരുന്നു. എപ്പോഴും സംരക്ഷണം നൽകും, പ്രവർത്തന രീതി പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. തന്റെ പേരിന് അവർക്ക് അധികം ആഗ്രഹം ഉണ്ടായിരുന്നില്ല. മറിച്ച് ഈ ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്, അവരോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കണം. ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോഴും അതിൽ അവർ തന്റെ ടീമിനെ വളരെയധികം എൻകറേജ് ചെയ്തു. അവസാന കാലത്ത് അധികവും രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ടതായി വരുമായിരുന്നു. ജമാഅത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനായി സ്വയം മർക്കസിന് അപേക്ഷ നൽകി. മറ്റൊരു സദറിന് അംഗീകാരം വാങ്ങി നൽകി. വളരെ മനോഹരമായ രീതിയിൽ ഒരു മീറ്റിംഗ് വിളിപ്പിച്ചു. അവരെ പുഷ്പം കൊണ്ടുള്ള മാല അണിച്ചു. എന്നിട്ട് പറഞ്ഞു, മിസ്സിസ് ഭട്ടി സാഹിബെ സദറിന്റെ കസേരയിൽ ഇരുത്തി അവരുടെ സേവനത്തെക്കുറിച്ച് മനോഹരമായ രീതിയിൽ പ്രശംസിച്ചു സംസാരിച്ചു. അനുസരിക്കാൻ വേണ്ടി ഉപദേശിച്ചു. വളരെ പ്രാധാന്യത്തോടുകൂടി തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വിട പറഞ്ഞു. ഇവർ എഴുതുന്നു, അധികാരത്തിന്റെ മാറ്റം ഈ വിധത്തിൽ നടക്കാറുണ്ട്. ചിലർ ജമാഅത്തിന്റെ സേവനത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുമ്പോൾ അല്ലെങ്കിൽ അംഗീകാരം നൽകാതിരിക്കുമ്പോൾ അതിൽ വലിയ ആക്ഷേപം ഉന്നയിക്കാൻ തുടങ്ങുന്നു. അവർക്കൊരു പാഠമാണിത്. അഥവാ ജോലി ലഭിച്ചാൽ അൽഹംദുലില്ലാ, ലഭിച്ചില്ല എങ്കിൽ എപ്പോഴും അള്ളാഹുവിനു വേണ്ടി നന്ദി പ്രകടിപ്പിക്കുക. ജമാഅത്തി പ്രവർത്തനത്തിന് മറ്റു മാർഗങ്ങൾ അന്വേഷിക്കുക. അല്ലാതെ ഭാരവാഹിത്വം ലഭിച്ചാലേ ജോലി ചെയ്യുകയുള്ളൂ എന്നതല്ല. ഇവർ വീണ്ടും പറയുന്നു, എല്ലാ പ്രവർത്തനങ്ങളും ഗ്രഹിച്ചുകൊണ്ട് രഹസ്യമായി ചെയ്യുന്നവരായിരുന്നു. ഹൃദയത്തിലെ രഹസ്യം പറഞ്ഞ് ഒരിക്കലും തന്നെ ഈ ഒരു ആശങ്ക ഉണ്ടാകുമായിരുന്നില്ല, ഈ കാര്യം മറ്റെവിടെയെങ്കിലും എത്തുമോ എന്ന്. രഹസ്യം വളരെ സൂക്ഷിക്കുന്ന ആളായിരുന്നു. എഴുതുന്ന അമത്തുൽ ബാരി നാസിർ സാഹിബ് എഴുതുന്നു, ഇവർ എല്ലാവരുടെയും രഹസ്യം എങ്ങനെയാണ് നെഞ്ചിൽ അടക്കി വെച്ചിരുന്നത് എന്നറിയില്ല. ഇത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. ഇതിന്റെ കുറവ് ഇന്ന് പുരുഷന്മാരിലുമുണ്ട്. അമത്തുൽ നൂർ സാഹിബ കറാച്ചിയിൽ നിന്ന് എഴുതുന്നു, സലീമ മീർ സാഹിബ് അങ്ങേയറ്റം സ്നേഹിക്കുന്ന, നിസ്വാർത്ഥയായ, അങ്ങേയറ്റം വിനയമുള്ള, തന്റെ വ്യക്തിത്വത്തെ പിന്നിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ അങ്ങേയറ്റം പ്രശംസിക്കുന്ന, പുഞ്ചിരിക്കുന്ന മുഖമുള്ള വനിതയായിരുന്നു. അള്ളാഹു ഒരു ഭംഗിയുള്ള മുഖത്തോടൊപ്പം മനോഹരമായ ഒരു ഹൃദയവും മനോഹരവും മൃദുലവുമായ ഒരു ഹൃദയവും നൽകിയിരുന്നു. പറയുന്നു, എന്നെ സദറാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പ്രദേശം വളരെ വിശാലമാണ്, എനിക്ക് പരിചയവുമില്ല, എന്റെ പക്കൽ വാഹനവുമില്ല. അവർ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നിനക്ക് അടുത്തു തന്നെ എന്റെ മകളുണ്ട്, ആവശ്യം വന്നാൽ പര്യടനം നടത്തണമെന്നുണ്ടെങ്കിൽ അവളോട് പറയുക, അവൾ കാറിനുള്ള സംവിധാനം ചെയ്യും. അല്ലെങ്കിൽ എന്നോട് പറയുക, ഞാൻ എന്റെ കാർ അയക്കാം. ഈ വിധത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. അവരിൽ അങ്ങേയറ്റത്തെ വിനയം ഉണ്ടായിരുന്നു. പ്രവർത്തകരോട് ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. കറാച്ചിയിലെ സെക്രട്ടറി ഇഷാത്ത് എഴുതുന്നു, സലീമ മീർ സാഹിബായോടൊപ്പം 1986 മുതൽ ഞാൻ പ്രവർത്തിക്കുന്ന അങ്ങേയറ്റം ദരിദ്ര സേവിക്കുന്ന വിനയാനിതയായ സ്ത്രീയായിട്ടാണ് കണ്ടത്. ഒരു അവസരത്തിൽ കറാച്ചിയിലെ ഒരു വനിത ജമാഅത്തിൽ നിന്ന് അല്പം ദൂരപ്പെട്ടിരുന്നു. അവരുടെ ഭർത്താവ് രോഗിയായി. അവരുടെ അക്കൽ ജമാഅത്തിന്റെ ചില സ്വത്തുകളുണ്ട്. അത് ഖലീഫത്തുൽ മസീഹ് റാബി
ദുആയും മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സലീമ സാഹിബ വളരെ ഹിക്മത്തോടുകൂടി അവരുമായി ബന്ധപ്പെട്ടു. അവരുടെ ഭർത്താവ് മരിച്ചു. ഈ വിധത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനുള്ള വില നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ജമാഅത്തിന്റെ ചരിത്രമാണ്. ജമാഅത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തബറുക്കുകളായിരുന്നു. അതിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൾ കൊണ്ട് എഴുതിയ ചില കത്തുകൾ ഉണ്ടായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ ലിഖിതങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ചരിത്രപരമായതായിരുന്നു. വളരെ ഹിക്മത്തോടുകൂടി അവരത് നേടി. കുറച്ചു പിന്നോട്ട് പോയത് അവരെ ചികിത്സിക്കുകയും ചെയ്തു. എഴുതുന്ന എല്ലാവരും തന്നെ വളരെ പ്രൗഢിയുള്ള വളരെ ഉന്നത സ്വഭാവ ഗുണങ്ങളോടുകൂടെ വനിതയായിരുന്നു. ഖിലാഫത്തുമായി അങ്ങേറ്റത്തെ ബന്ധമുള്ള, ഖിലാഫത്തുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഉപദേശിക്കുന്ന, നന്മയിൽ നിലനിൽക്കുന്ന, നന്മ ഉപദേശിക്കുന്ന, തങ്ങളുടേതാകട്ടെ അന്യരുടേതാകട്ടെ എല്ലാവരെയും ഒരേപോലെ ഉപദേശിക്കുമായിരുന്നു. തന്റെ കുട്ടികളുടെ മേൽ കണ്ണടച്ചു എന്നല്ല, തങ്ങളുടെ മക്കളെയും ഉപദേശിച്ചു. അള്ളാഹുലുള്ള തവക്കൽ വളരെ അധികമായിരുന്നു. അള്ളാഹുവിന്റെ പ്രീതി ഈ എപ്പോഴും മുൻഗണന നൽകുന്ന വനിതയായിരുന്നു. ഇവരുടെ സ്ഥാനം അള്ളാഹു എപ്പോഴും ഉയർത്തുമാറാകട്ടെ. ഇവരുടെ കുട്ടികൾക്കും ഇവരുടെ മക്കൾക്കും പെൺകുട്ടികൾക്കും ഇവരുടെ നന്മയെ നിലനിർത്താനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിനു ശേഷം الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.